എനിക്ക് എൻ്റെ ബന്ധപ്പെട്ട് കുറേ ചില ഡാൻസർ ആയതുകൊണ്ട് എൻ്റെ എൻ്റെ എന്താ പറയുക, ഭഗവാൻ എൻ്റെ സ്വന്തമാണ്. അതെ, അങ്ങനെയാണ്. ആഗ്രഹിച്ച എന്തെങ്കിലും കാര്യം ഭഗവാൻ നടത്തി തന്നു തോന്നി? ഒന്നല്ല, നിരവധി കാര്യങ്ങൾ. അതുകൊണ്ട് എനിക്ക് ഭഗവാനെ വിടാൻ പറ്റില്ല. മാസം ഞാൻ ഇവിടെ തൊഴാൻ വന്നു. ലാസ്റ്റ് ഒരു വർഷം തികയുന്ന സമയത്തായിരുന്നു. ഇപ്പം ഞാൻ വണ്ടിയെന്ന് പറഞ്ഞ കാര്യം അത് ഇവിടെ വന്നപ്പോൾ ക്യൂ ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് ക്ലോസ് ക്യൂ വെച്ച് കഴിഞ്ഞപ്പോഴാണ് സെക്യൂരിറ്റി പെട്ടെന്ന് കണ്ണ് കാണിച്ചു. എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഭഗവാൻ. പിന്നെ നമുക്ക് ജീവിതത്തിലെ ഓരോ കഷ്ടങ്ങളും ദുരിതങ്ങളും നമുക്ക് ദൈവം ഓരോ നിശ്ചയിച്ച ഓരോ ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഭഗവാൻ എല്ലാവരെയും രക്ഷിക്കും. മനസ്സാറിന് ഭഗവാനെ വിചാരിച്ചാൽ ഭഗവാൻ അതിനുള്ള കരുണയും കാവലും നമുക്കുണ്ടാവും. എൻ്റെ അനുഭവം അതന്നെ. ഞാൻ ഭഗവാന്റെ ഒരു ഭക്തനാണ്. ഞാനൊരു ഡാൻസറാണ്. അതുകൊണ്ട് എനിക്ക് ഭഗവാനെ എല്ലാ ദിവസവും ഞാൻ കാണാനായിട്ട് വരും. പുള്ളി കയറിയില്ലെങ്കിലും പുറത്തും തോഴും. എന്തെങ്കിലും ഒരു അനുഭവം ഭഗവാന്റെ? ഒരുപാട് അനുഭവങ്ങളുണ്ട് എനിക്ക്. എൻ്റെ ബന്ധപ്പെട്ട് കുറേ ചില ഡാൻസർ ആയതുകൊണ്ട് എൻ്റെ എന്താ പറയുക, ഭഗവാൻ എൻ്റെ സ്വന്തമാണ്. അതെ, അങ്ങനെയാണ്. ഒരുപാട് അനുഭവമുണ്ട്. ആഗ്രഹിച്ച എന്തെങ്കിലും കാര്യം ഭഗവാൻ നടത്തി തന്നു തോന്നി? ഒന്നല്ല, നിരവധി കാര്യങ്ങൾ. അതുകൊണ്ട് എനിക്ക് ഭഗവാനെ വിടാൻ പറ്റില്ല. ആ ഒരു അടുപ്പ് എപ്പോഴും ഉണ്ട്. അത് മരണം വരെ ഉണ്ടാവും. ഭഗവാൻ കൂടെ ഉണ്ട്, തീർച്ചയായിട്ടും. ഇപ്പൊ അടുത്ത് എന്തെങ്കിലും നമുക്ക് എടുത്ത് പറയാൻ പറ്റണ ഒരു അനുഭവം ഡാൻസിന്റെ കാര്യത്തിൽ? എന്തെങ്കിലും ഡാൻസ് ഓക്കെ, എൻ്റെ കൂടെ എപ്പോഴും എന്തെങ്കിലും അനുഭവപ്പെട്ട ഒരു അനുഭവം പറയാൻ പറ്റുമോ? എനിക്ക് എല്ലാ വർഷവും കുട്ടികളെ നൃത്തം പഠിപ്പിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഭാഗ്യം തരുന്നത് എൻ്റെ ഭഗവാനാണ്. അതെനിക്ക് നല്ല വിശ്വാസമാണ്. എല്ലാ വർഷവും 1-2 ബാച്ച് ഇങ്ങോട്ട് ഭഗവാന്റെ മുന്നിൽ കുട്ടികളെ പഠിപ്പിച്ച് കൊണ്ടുവരാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാക്കി തരുന്നത് ഭഗവാനാണ്. ഇതുവരെ മുടക്കില്ല. ഇല്ല. ഭഗവാന്റെ വലിയ അനുഗ്രഹം. അതെ, തീർച്ചയായിട്ടും. അതിന് നല്ലോണം മനസ്സിൽ വിചാരിച്ചാൽ മതി. നമ്മുടെ വേദനകളും ദുഃഖങ്ങളൊക്കെ ഭഗവാൻ നിറവേറ്റി തരും. അങ്ങനെയാണ് വിശ്വാസം ഭഗവാന്. എന്തെങ്കിലും അമ്മയുടെ കാര്യം സാധിച്ചതായിട്ട് എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഭഗവാൻ. പിന്നെ നമുക്ക് ജീവിതത്തിലെ ഓരോ കഷ്ടങ്ങളും ദുരിതങ്ങളും നമുക്ക് ദൈവം ഓരോ നിശ്ചയിച്ച ഓരോ ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അതിന് പിന്നെ ഇപ്പോൾ നമുക്ക് ഭഗവാനോട് അപേക്ഷിക്കുന്നല്ലേ നല്ലത്. യാതൊരു പ്രശ്നമില്ല. എത്രയോ ജനങ്ങളിവിടെ വരുന്നു. അപ്പോൾ ഭഗവാന്റെ അതും ഒരു ഇതുണ്ടായിട്ടല്ലേ വരുന്നത്. ഭഗവാൻ അവരെ രക്ഷിച്ചിട്ടും സംരക്ഷിച്ചിട്ടാണല്ലോ അവർ വരുന്നത്. അപ്പം അങ്ങനെ എല്ലാം നന്നായി വരും. എന്ത് കാര്യങ്ങൾ. എവിടെ വീട്? നമ്മളിവിടെ തന്നെ ഗുരുവായൂർ. അങ്ങനെ ഭഗവാൻ എല്ലാവരെയും രക്ഷിക്കും. മനസ്സാറിന് ഭഗവാനെ വിചാരിച്ചാൽ ഭഗവാൻ അതിനുള്ള കരുണയും കാവലും നമുക്കുണ്ടാവും. എൻ്റെ അനുഭവം അതന്നെ. ഇതുവരെ കൂടെ ഉണ്ടായിട്ടുണ്ട് ഭഗവാൻ. ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഭഗവാനുള്ള സമാധാനം സന്തോഷം നമുക്ക് തരും. തീർച്ചയായിട്ടും തരും. ഇങ്ങനെയാണ്. അമ്മ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ. തൊഴുതിട്ടാണ് വരുന്നത്. അതെ, ശരി. മാസം ഞാൻ ഇവിടെ തൊഴാൻ വന്നു. ലാസ്റ്റ് ഒരു വർഷം തികയുന്ന സമയത്തായിരുന്നു. ഇപ്പം ഞാൻ വണ്ടിയെന്ന് പറഞ്ഞ കാര്യം അത് ഇവിടെ വന്നപ്പോൾ ക്യൂ ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് ക്ലോസ് ക്യൂ വെച്ച് കഴിഞ്ഞപ്പോഴാണ് സെക്യൂരിറ്റി പെട്ടെന്ന് കണ്ണ് കാണിച്ചു.
അപ്പം ഞങ്ങൾ പറയും ഭഗവാൻ കാണിച്ച പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ കയറി അന്നേരം തൊഴാനും പറ്റി. അതൊരു ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായത്. അത് രണ്ടുപേരും എല്ലാ മാസം വന്നുകൊണ്ടിരുന്നതാണ്. വേറെ ആൾക്കാരുടെ ഇപ്രാവശ്യം വന്നത് എല്ലാ മാസം 10-20 മാസം കൊണ്ട് പഠിപ്പിച്ചാൽ വരുന്നു. ഭഗവാനോട് ഇത്ര ഇഷ്ടം തോന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് അറിയത്തില്ല, കൃഷ്ണനെ ഇഷ്ടമാണ് പണ്ട് മുതലേ. ഇപ്പോൾ ഗുരുവായൂർ കണ്ടിന്യൂസ് ആയിട്ട് വന്നു തുടങ്ങിയപ്പം കൂടുതൽ വീണ്ടും വീണ്ടും വരാനുള്ള ഒരു ആഗ്രഹം. ആഗ്രഹിച്ച എന്തെങ്കിലും കാര്യം നടത്തി നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹങ്ങളായിട്ടൊന്നും ഭഗവാനെല്ലാം നമുക്ക് തരുന്നു, അനുഭവിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പുറത്തോട്ടൊരു എപ്പോഴും കൂടെ ഉണ്ട്, ഭഗവാൻ കൂടെ ഉണ്ട് തോന്നാറുണ്ട്. ശരി ശരി. ഇപ്പോഴും വരുന്നാളില്ല. പിന്നെ ഇതിന്റെ എങ്കിലും കൃഷ്ണ എന്ന് പറഞ്ഞ വാട്സപ്പ് ഗ്രൂപ്പില് അതിൻ്റെ അകത്തുണ്ട്, കാണാറുണ്ട്. അതിൻ്റെ അകത്തെ കഥകളൊക്കെ വായിക്കുമ്പോൾ അനുഭവം കേൾക്കാറുണ്ട്, കാണാറുണ്ട്. ഇഷ്ടമാണ് ഭഗവാനെ. എങ്ങനെ കണ്ണനെ ഏത് രൂപത്തിൽ കാണാനാണ് ഇഷ്ടം? ഉണ്ണിക്കണ്ണനായിട്ടാണ് ഇഷ്ടം. എന്ത് ഇത്രയും ഇഷ്ടം തോന്നാം കണ്ണനോട്? അത് ആദ്യമേ ഉള്ളതാണ്, ചെറുപ്പം മുതലേ ഇഷ്ടമാണ് ഭഗവാനെ, ഇഷ്ടമാണ്. അപ്പൊ എവിടെ വരുന്നത്? ഞാൻ കൊടുങ്ങല്ലൂർ. ഇത് ഇന്ന് എൻ്റെ അനിയത്തിയുടെ അരങ്ങേറ്റുണ്ട് ഇവിടെ. അതെ, ഭരതനാട്യം. അതല്ലേ, അപ്പൊ അതിനായിട്ട് വന്നേന്ന് ഇവിടെ. അതല്ലേ. എന്തായാലും ഭഗവാനെ ഒരാഗ്രഹമുള്ളത് എൻ്റെ മോളുടെ കഥകളി ആർട്ടിസ്റ്റാണ് എൻ്റെ മോൾ. അപ്പൊ അതും കൂടെ ഒന്ന് ഇവിടെ ഇറങ്ങി കാണുന്ന ഒരു ആഗ്രഹം ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് പോകും. അപ്പൊ അത് നടക്കട്ടെ, ഭംഗിയായിട്ട് നടക്കട്ടെ. അപ്പൊ അടുത്ത തവണ അത് വരുമ്പോ എന്തായാലും കാണാൻ പറ്റട്ടെ. ശരി. ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും കഥകളും എത്ര പറഞ്ഞാലും തീരില്ല. അത്രത്തോളം ഉണ്ട് ഭഗവാന്റെ മഹത്വങ്ങൾ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഈ അനുഭവ കഥകൾ? എല്ലാ ഭക്തർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കൂടുതലായും ഗുരുവായൂരപ്പനിലേക്ക്, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കണ്ണനിലേക്ക് നിങ്ങൾ കുറച്ചുകൂടി അടുത്ത് വന്ന് ഞങ്ങൾ കരുതുകയാണ്. ഭക്തജനങ്ങളുടെ, ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തരുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അതെന്തു തന്നെയായാലും താഴെ കമൻറ്റിൽ എഴുതുവാൻ മറക്കണ്ട കേട്ടോ. ഒരു കാരണവശാലും മടിക്കരുത്. ഇനിയിപ്പോൾ ഒന്നും എഴുതാനില്ല എങ്കിൽ പോലും ഭഗവാന്റെ നാമങ്ങൾ എഴുതിക്കൊള്ളുക. നിങ്ങൾക്കും ഇതേപോലെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, കൃഷ്ണാനുഭവങ്ങളോ ആരാധിക്കുന്ന മൂർത്തികളുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും നമ്മുടെ ഒഫീഷ്യൽ നമ്പറില്ലേ, അതിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി. അനുഭവങ്ങൾ ഞങ്ങൾ തീർച്ചയായും വായിക്കുന്നതാണ്. നമ്മുടെ ചാനലിലും അല്ലെങ്കിൽ വാട്സപ്പ് കൂട്ടായ്മയിലും ഒക്കെ ഇടുന്നതായിരിക്കും. അതെല്ലാം കേൾക്കുമ്പോൾ മറ്റുള്ള ഭക്തജനങ്ങൾക്കും ഒരു അനുഭൂതിയാണല്ലോ, അല്ലെങ്കിൽ അവർക്കും കൂടുതലായും ഭഗവാനിലേക്ക് അടുക്കുവാനുള്ള അവസരമാണ് ഇതുവഴി ഭക്തരൊരുക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും മടിക്കേണ്ട. നിങ്ങളുടെ അനുഭവ കഥകൾ തീർച്ചയായും എഴുതി അറിയിച്ചു കൊള്ളുക. ശരി, അപ്പോൾ വേറെ ഒന്നുമില്ല. എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതേപോലെയുള്ള കൃഷ്ണാനുഭവങ്ങളും വഴിപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാ ഭക്തരെയും 2 കൈയും നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. കാണാം, പകലാം. നന്ദി, നമസ്കാരം.